ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ജീവകം ബി കോംപ്ലക്സ്, ജീവകം സി, ജീവകം പി. ജീവകം പിയുടെ ശാസ്ത്രീയ നാമമാണ് ബയോഫ്ലവനോയിഡ്. ജീവകം ബി കോംപ്ലക്സിലെ പ്രധാന ജീവകങ്ങൾ ഏതെല്ലാം? ജീവകം B1, B2, B3, B6 ആൻഡ് ഫോളിക് ആസിഡ്. തയാമിൻ എന്നും അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B1. ഉപ്പുരസമുള്ള പരിപ്പിൻ്റെ സ്വാദും ഈസ്റ്റിൻ്റെ മണവുമുള്ള പരൽ രൂപത്തിൽ വെളുത്ത പൊടി പോലെ കാണപ്പെടുന്ന ജീവകമാണ് തയാമിൻ. ജലത്തിൽ ലയിക്കുകയും അമ്ലമാധ്യമത്തിൽ 120°C വരെ ചൂടിനെ പ്രതിരോധിക്കുകയും ആൽക്കലിയിൽ നശിക്കുകയും ചെയ്യുന്ന ജീവകമാണ് തയാമിൻ. നാഡികളുടെ സ്ഥിരത്വം ഉറപ്പാക്കുന്നതിനാൽ ധാർമ്മിക ജീവകം അഥവാ മോറൽ വിറ്റമിൻ എന്നും തയാമിൻ അറിയപ്പെടുന്നു. കാർബോഹൈഡ്രേറ്റിൻ്റെയും മാംസ്യത്തിൻ്റെയും ഉപാപചയത്തിന് സഹായിക്കുന്ന ജീവകമാണ് നാഡികളുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്ക് നിത്യേന ലഭ്യമാക്കേണ്ട ജീവകമാണ് തയാമിൻ. ദഹനനാളത്തിലെ ചലനങ്ങൾ സുഗമമാക്കുന്നതിനും ഹൃദയത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിനും ആവശ്യമായ ജീവകമാണ് തയാമിൻ. അരിയുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള ജീവകമാണ് തയാമിൻ. തയാമിൻ്റെ മികച്ച സ്രോതസ്സുകൾ തവിട്, ഉണങ്ങിയ ഈസ്റ്റ്, ഗോതമ്പ് എന്നിവയാണ്. പൊടിക്കുമ്പോൾ ധാന്യങ്ങളിൽ നിന്ന് നഷ്ടമാകുന്ന ജീവകവും തയാമിനാണ്. പൊടിച്ച് തവിട് നീക്കിയ ധാന്യവും മൈദയും പോഷക സമ്പുഷ്ടമല്ലാത്തതിന് കാരണമാകുന്നത് അതിൽ നിന്ന് തയാമിൻ നഷ്ടമാകുന്നതിനാലാണ്. ജീവകം ബി കോംപ്ലക്സുകളിൽ ആദ്യമായി കണ്ടെത്തിയത് തയാമിനെയാണ്. ബെറിബെറി. തയാമിൻ്റെ അഭാവത്തിൽ മനുഷ്യരിലുണ്ടാകുന്ന പ്രധാന രോഗമാണ് ബെറിബെറി. നവജാത ശിശുവിൻ്റെ അമ്മയ്ക്ക് തയാമിൻ്റെ ന്യൂനതയുണ്ടെങ്കിൽ കുട്ടിയുടെ ആദ്യ മാസങ്ങളിലുണ്ടാകുന്ന രോഗമാണ് ഇൻഫൻറ്ററിയൽ ബെറിബെറി. കുട്ടികളിലെ ഛർദി, പച്ചനിറത്തിലെ വയറിളക്കം, നീര്, വിശപ്പില്ലായ്മ, അസ്വസ്ഥത എന്നിവ ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. തയാമിൻ കൈകൾ, കാലുകൾ, അനുബന്ധ നാഡികൾ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിച്ച് കണങ്കാലിൽ തരിപ്പുണ്ടാക്കുകയും കാൽവണ്ണയിലെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഡ്രൈ ബെറിബെറി. ഡ്രൈ ബെറിബെറിയുടെ ലക്ഷണങ്ങളോടൊപ്പം നീരും കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് വൈറ്റ് ബെറിബെറി. ജീവകം B2 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? റൈബോഫ്ലാവിൻ. ബി കോംപ്ലക്സ് ജീവകങ്ങളുടെ സ്രോതസ്സുകളിൽ ബേക്കിംഗ് പൗഡർ ചേർത്താൽ നശിക്കുന്ന ജീവകമാണ് റൈബോഫ്ലാവിൻ. കോശങ്ങളിലെ ജൈവിക ഓക്സീകരണത്തിൽ പങ്കെടുക്കുന്ന സഹരാസാഗ്നിയായ ജീവകമാണ് റൈബോഫ്ലാവിൻ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഏത് ജീവകമാണ് കോശ വളർച്ചയ്ക്കും കോശശ്വസനത്തിനും സഹായിക്കുന്നത്? റൈബോഫ്ലാവിൻ. ചർമ്മം, മ്യൂക്കസ് തരം തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും നേത്രനാഡികളെ ഉത്തേജിപ്പിക്കുന്നതിനാൽ കാഴ്ചയ്ക്കും ആവശ്യമായ ജീവകമാണ് റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ്റെ മികച്ച ഉറവിടങ്ങളാണ് കരൾ, മുട്ട, പാൽപ്പൊടി, മാംസം, മത്സ്യം, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ. അരച്ച ധാന്യങ്ങൾ, മാവ് എന്നിവ ഏത് ജീവകത്തിൻ്റെ സ്രോതസ്സുകളാണ്? റൈബോഫ്ലാവിൻ. വായിലും നാവിലും ഉണ്ടാകുന്ന വേദനയും പുകച്ചിലും, വായയുടെ കോണുകളിലുണ്ടാകുന്ന ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ് എന്ന വ്രണം എന്നിവയ്ക്കും കാരണം ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ്? റൈബോഫ്ലാവിൻ. ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്ന നാവിൻ്റെ വീക്കത്തിന് കാരണം റൈബോഫ്ലാവിൻ എന്ന ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ്. ചർമ്മം വരണ്ടതായി മാറി ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുക, ശരീരചലനങ്ങളുടെ ഏകോപനക്കുറവ് എന്നിവ റൈബോഫ്ലാവിൻ എന്ന ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്. പ്രകാശത്തോടുള്ള ഭയം അഥവാ ഫോട്ടോഫോബിയ, കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കൽ, കണ്ണുകളുടെ പുകച്ചിൽ, കാഴ്ച തകരാർ എന്നിവ റൈബോഫ്ലാവിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ്. നോർമോസൈറ്റിക് അനീമിയ എന്ന രോഗാവസ്ഥ റൈബോഫ്ലാവിൻ ജീവകത്തിൻ്റെ അഭാവത്തിലാണ് ഉണ്ടാവുന്നത്. ജീവകം B3 അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ് എന്നിവ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ആൽക്കഹോൾ എന്നിവയിൽ നിന്നുള്ള ഊർജം ലഭിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവകമാണ് നിയാസിൻ. ചർമ്മം, കുടൽ, നാഡീവ്യൂഹം എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് അത്യാവശ്യമായ ജീവകമാണ് നിയാസിൻ. നിയാസിൻ്റെ മികച്ച ഉറവിടങ്ങൾ ഏതെല്ലാം?
ഉണങ്ങിയ ഈസ്റ്റ്, കരൾ, നിലക്കടല, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മാംസം, മത്സ്യം. ജീവകം B6 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിഡോക്സിൻ. മാംസ്യത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നത് ഏത് ജീവകത്തിൻ്റെ പ്രധാന ധർമ്മമാണ്? പെരിഡോക്സിൻ. അന്നജ ഉപാപചയത്തിൻ്റെ ഭാഗമായി കരളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള ഗ്ലൈക്കോജൻ്റെ ഉൽപ്പാദനത്തിൽ സഹായിക്കുന്ന ജീവകമാണ് പെരിഡോക്സിൻ. അമിനോ ആസിഡായ ട്രിപ്റ്റോഫാനിനെ നിയാസിനാക്കി മാറ്റുന്ന പ്രക്രിയകളിൽ പങ്കെടുക്കുന്ന ജീവകമാണ് പെരിഡോക്സിൻ. പെരിഡോക്സിൻ ഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലെ ഏത് ജീവകമാണ് പല ജൈവ പ്രതിപ്രവർത്തനങ്ങളിലും ഒരു സഹരാസാഗ്നിയായി പ്രവർത്തിക്കുന്നത്? ജീവകം 6. പെരിഡോക്സിൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാം? ഇറച്ചി, പയർ, ഗോതമ്പ്. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് മാംസ്യ ഉപാപചയത്തെ ബാധിക്കുകയും വളർച്ചക്കുറവ്, അനീമിയ, തൊലിയിൽ മുറിവുകൾ, അപസ്മാരം പോലുള്ള രോഗങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നത്? പെരിഡോക്സിൻ. പെരിഡോക്സിൻ്റെ ഉയർന്ന അളവിലുള്ള അപര്യാപ്തത ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. തളർച്ച, പേടി, ഉറക്കമില്ലായ്മ, നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. കടും പച്ച നിറമുള്ള ഇലക്കറികളിൽ നിന്ന് ആദ്യമായി വേർതിരിച്ചെടുത്ത ജീവകമാണ് ഫോളിക് ആസിഡ്. ചുവന്ന രക്തകോശങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ജീവകത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ് പച്ചിലക്കറികൾ, കരൾ, വൃക്ക, എള്ള്, ബീൻസ് എന്നിവ. ഏത് ജീവകത്തിൻ്റെ കുറവാണ് മജ്ജകളിൽ വളർച്ചയെത്താത്ത കോശങ്ങൾ രൂപപ്പെടാനും ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപ്പാദനം കുറയാനും കാരണമാകുന്നത്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ചുവന്ന രക്തകോശങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള കഴിവ് കുറയുന്ന രോഗാവസ്ഥയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സ്ത്രീകളിൽ ഗർഭകാലത്ത് ഏത് ജീവകം കുറയുന്നതാണ് കുഞ്ഞിന് നാഡീസംബന്ധമായ രോഗങ്ങളുണ്ടാകാനും രോഗപ്രതിരോധ ശേഷി കുറയാനും കാരണമാകുന്നത്? ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം. രോഗാവസ്ഥകൾ. നിയാസിൻ ജീവകത്തിൻ്റെ അപര്യാപ്തത പെല്ലഗ്ര എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പെല്ലഗ്ര എന്ന വാക്ക് ത്വക്ക് എന്നർത്ഥം വരുന്ന പെല്ലിയും പരുപരുത്തത് എന്നർത്ഥം വരുന്ന അഗ്രയും ചേർന്നുണ്ടായതാണ്. ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമൻഷ്യ എന്നീ രോഗാവസ്ഥകളിലേക്ക് പെല്ലഗ്ര നയിക്കുന്നതിനാൽ നിയാസിൻ്റെ കുറവ് 3D രോഗാവസ്ഥ, അതായത് ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമൻഷ്യ എന്ന 3D രോഗാവസ്ഥകളെ സൂചിപ്പിക്കുന്നു. ചർമ്മത്തിൽ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന കൈമുട്ട്, കൈകളുടെയും കാൽമുട്ടിൻ്റെയും ഉപരിതലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡെർമറ്റൈറ്റിസ് കാരണം മാറ്റം വരുന്നു. ഇതോടൊപ്പം സ്രവങ്ങൾ കാണപ്പെടുകയും കാലക്രമത്തിൽ ത്വക്ക് വികൃതമാവുകയും ചെയ്യുന്നു. വയറിളക്കം പോഷക അപര്യാപ്തത വർദ്ധിപ്പിക്കുന്നു. ചെറുകുടലിൽ ഘടനാപരമായും ആഗീകരണ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടും വൈകല്യങ്ങളും ഉണ്ടാകുന്നു. ഡിമൻഷ്യയുടെ ഫലമായി ക്ഷോഭം, വിഷാദം, ഏകാഗ്രത കുറവ്, സ്മൃതിനാശം എന്നിവയുണ്ടാകുന്നു.